അപ്പം മഹാനവരുടെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഒരുപാട് പാഠങ്ങൾ, അതിൽപ്പെട്ട ഒന്നാണ് എന്ത് പരാതികളും എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും ക്ഷമ കൊണ്ട് നേരിടുക എന്നത്. പലരും മഹാനവരുടെ കുറിച്ചിട്ട് വളരെ മോശമായി ചിത്രീകരിക്കുമ്പോൾ അതൊക്കെ മുമ്പോട്ട് പറയുമ്പോൾ വളരെ ചിരിച്ചുകൊണ്ട് പറയും, പുള്ളി മാനൊരു പുള്ളി കൂടി എന്ന് പറഞ്ഞാൽ എന്റെ ആക്ഷേപങ്ങൾ വീണ്ടും ഒരു ആക്ഷേപം കൂടിയതേ ഉള്ളൂ, അത് പ്രശ്നമല്ല. ഒരു സുപ്രഭാതത്തിൽ വേറൊരാളെ കുറിച്ച് എഴുതി, പ്രതീക്ഷിക്കാത്ത ഒരാള് മഹാനവരെ കുറിച്ചിട്ട് മോശമായി എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇവനും നിങ്ങളെ ശത്രുവായല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എല്ലാവരും എന്റെ ശത്രുക്കളാണ്, പിന്നെ ഓ മാത്രം മിത്രാനന്ദയും ഓരും ശത്രുവായിക്കോട്ടെ. ഇതിനൊക്കെ ലാഘവത്തോടെയും ക്ഷമയോടെയും അതുപോലെ തന്നെ വളരെ അടക്കത്തോടെയും നേരിട്ടതാണ് ബഹുമാനപ്പെട്ട യുഎ ഉസ്താദ്. ഒരു രസകരമായ സംഭവമായിരുന്നു. മഹാനവറുകൾ കോഴിക്കോട് സി ഉസ്താദിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, മഹാനവറുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി സമസ്ത തീരുമാനിച്ചത് കോഴിക്കോട് വെച്ചത് മുതലക്കുളം മൈതാനി. ആ യോഗത്തിൽ സംബന്ധിച്ചിട്ട് മുമ്പ് ഇറങ്ങി വരുമ്പോ കുറച്ചാൾ യു എം ഗോബാക്ക് എന്ന് വിളിച്ചിരുന്നു. അത് അറിഞ്ഞ ഉടനെ ഞാൻ ഉപ്പരെ കോൾ ചെയ്തു, ഞാൻ നാട്ടിലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഗോബാക്ക് വിളിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു. ഉപ്പരോട് വളരെ ചിരിച്ചോണ്ട് പറഞ്ഞു, ബോളം മാറും, ഒരു ബോളം മാറും. ഞാൻ പോകുമ്പല്ലേ ആടെ ഇറങ്ങുമ്പല്ലേ എന്നെ വിളിക്കേണ്ടത് ഗോബാക്ക്. ഞാനെല്ലാം കഴിഞ്ഞിട്ട് ഔത്തേക്ക് വരുന്നതല്ലേ, പുറത്തേക്ക് മടങ്ങാണല്ലോ. ഈ മടങ്ങുന്ന എന്നോട് ഗോബാക്ക് വിളിച്ചപ്പോ ബോളം മാറാനല്ലേ, ഓറെ കൊണ്ട് വിളിപ്പിച്ചാൽ ബുദ്ധിയില്ല എന്ന് പറഞ്ഞ ആ വാക്കിൽ ചിരിച്ച് തന്നെ മറുപടി പറഞ്ഞു. എന്ന് പറഞ്ഞാൽ വളരെ മുഖരെ കുറിച്ച് എന്ത് ആക്ഷേപം പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അതിനൊക്കെ വളരെ തന്മയത്വത്തോടുകൂടെ വളരെ ശാന്തമായി ക്ഷമയോടെ നേരിട്ടു. അതാണ് അദ്ദേഹത്തിന്റെ മരണം, ഇത്രയും നല്ല സുന്ദരമായ മരണം അദ്ദേഹത്തിന് ലഭിച്ചത്. ഒരു സുഖമോ ഒരു അമരക്ഷവും അദ്ദേഹത്തിന്റെ മരണത്തിൽ ഇല്ല എന്നത് വലിയൊരു അത്ഭുതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലി മരിക്കുവാനും നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.